ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2025 മോഡൽ കിയ സെൽറ്റോസിലെ ഏറ്റവും പുതിയ ബേസ് വേരിയന്റ് ആയ HTE ഓപ്ഷണൽ വേരിയന്റ് ആണ്. റീസെന്റ് ലോഞ്ച് ചെയ്ത ഒരു ബേസ് വേരിയന്റ് ആണ്. അപ്പോൾ ഈ പുതിയ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഏപ്രിൽ മാസത്തിൽ കിയയുടെ വാഹനങ്ങൾക്ക് എസ്പെഷ്യലി സെൽറ്റോസിന് ഏകദേശം 1 ലക്ഷം രൂപ വരെ ഓഫറും അവൈലബിൾ ആണ്. അപ്പോൾ ഏതൊക്കെ വേരിയന്റിന് എത്ര രൂപ വരെയാണ് ഓഫർ ലഭിക്കുന്നതെന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. കിയ സെൽറ്റോസ് HTE ഓപ്ഷണൽ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് സെൽറ്റോസിന്റെ ബേസ് വേരിയന്റിന്റെ ടോപ്പ് എൻഡ് വരെ എക്സ്റ്റീരിയർ എന്ന ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. ചെറിയ ചെറിയ ഫീച്ചേഴ്സിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്താണെങ്കിൽ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നില്ല, സൺ റൂഫ് വരുന്നില്ല, DRL കണക്റ്റഡ് വലിയ DRL വരുന്നില്ല. അത് മാത്രമാണ് ഒരു ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ഈ പുതിയ ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സെൽറ്റോസിൽ ഇവിടെ ടോപ്പിലായിട്ടും ഇവിടെ താഴെയും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിലുള്ള ലൈൻസ് കാണാവുന്നതാണ്. അത് ആ വാഹനത്തിൻ്റെ ചുറ്റുപുറം കവറായിട്ട് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ താഴെയായിട്ട് ഇവിടെ ടോപ്പിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ടാണ് വരുന്നത്. അതിന് താഴെ നമ്മുടെ സിഗ്നേച്ചർ DRL കാണാം. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ഹാലജനാണ്, LED ഒന്നും വരുന്നില്ല. അതിനകത്തായിട്ട് നമുക്കൊരു സ്മോക്കി ബ്ലാക്ക് ഫിനിഷിലാണ് ഹെഡ്ലൈറ്റിൻ്റെ ആവശ്യം കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ നമുക്ക് ഫോഗ് ലൈറ്റ് ഒന്നും വരുന്നില്ല. നമുക്ക് ആ ഒരു മറ്റേ ക്യൂബ് LED ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു. പക്ഷേ അത് ഫോഗ് ലൈറ്റ് ഇല്ല എങ്കിലും വൃത്തികേടാവാത്ത രീതിയിൽ അവിടെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ സ്കിഡ് പ്ലേറ്റിൻ്റെ ഭാഗം ഒരു സിൽവർ ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളാണെങ്കിലും നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഇപ്പോൾ ടോപ്പ് എൻഡിലൊക്കെ ഒരു വലിയ DRL വരുന്ന ഭാഗം ഇതിനകത്ത് ഒരു സിൽവർ സ്ട്രിപ്പിൻ്റെ രീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 190 mm ആണ് സെൽറ്റോസിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇത് ശരിക്കും ആ ഒരു പക്കാ സിൽവർ ഫിനിഷിലാണ് ആ ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഭാഗം കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു ബേസ് വേരിയൻ്റ് ആവുമെന്ന് മനസ്സിലാകും. കാരണം നമുക്ക് വീലുകൾ മറ്റ് വേരിയൻറ്റിനേക്കാളും ഒരു സൈസ് താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 205/65R16 ആണ് വീൽ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ്. ഇപ്പോൾ അലോയ്സ് പോലെ തോന്നിക്കുന്ന ഒരു വീൽ കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നടുക്ക് കീഴയുടെ ഒരു ബാഡ്ജിങ് കാണാം. ഫെൻഡേഴ്സിലാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ബോഡി കളറിൽ തന്നെ വരുന്നു. ഡോർ ഹാൻഡിൽസും ബോഡി കളറിലാണ് കൊടുത്തിരിക്കുന്നത്. കീലെസ് എൻട്രി ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ചുറ്റുപുറവും വശങ്ങളിലായിട്ടൊരു ബ്ലാക്ക് ക്ലാഡിങ് ഈ വാഹനത്തിന് പോകുന്ന കാണാം. നമുക്ക് റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. സൺ റൂഫ് വരുന്നില്ല. ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. അപ്പോൾ HTE ഓപ്ഷണൽ എന്ന് പറഞ്ഞ പുതിയ വേരിയൻറ്റ് വന്നപ്പോൾ ഞാനൊരു സൺ റൂഫ് ഈ വാഹനത്തിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. വിൻഡോസ് കാര്യങ്ങളെല്ലാം പ്ലെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. UV പ്രൊട്ടക്ഷനോ ടിൻറ്റഡ് ഗ്ലാസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വശങ്ങളിൽ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് ഫീൽ ചെയ്യും. 2610 mm ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4315 mm, അതായത് 4 മീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള ഒരു വാഹനമാണ് നമ്മളുടെ സെൽറ്റോസ്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളുടെയും പോലെ തന്നെ ബാക്കിലെ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് ആ ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ബേസ് വേരിയൻറ്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് സ്പോയിലറോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സ്പോയിലർ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ടോപ്പിലായിട്ട് ഇവിടെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഷാർപ്പിൻ ആൻറ്റിനയാണ് വരുന്നത്. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ് ആണ്. വൈപ്പർ, വാഷർ, ഡിഫോഗർ ഒന്നും തന്നെ വരുന്നില്ല. ആ കണക്റ്റഡ് ടെയിൽ ലൈറ്റിൻ്റെ നടുക്കായിട്ട് കിയ എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഫുൾ പോർഷൻ നമുക്ക് ആ ഒരു റെഡ് മീൻസ് ഒരു റിഫ്ലക്ഷൻ റെഡ് ഫിനിഷിനാണ് കൊടുത്തിരിക്കുന്നത്. വശത്തായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ സ്റ്റോപ്പ് ലൈറ്റ് കാണാം. അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. റിവേഴ്സ് ലൈറ്റ് ഇവിടെ കോർണറിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതും ഹാലജനാണ്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ റിഫ്ലക്റ്റേഴ്സ് കാണാം. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്കൊരു സിൽവർ കളറിൽ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗവും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് സെൽറ്റോസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് മാത്രമാണ് വരുന്നത്. വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബേസ് വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ വലിച്ചടയ്ക്കാനൊക്കെ ആയിട്ടൊരു ഹാൻഡിൽ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. വളരെ സ്ക്വയറിഷ് ആയിട്ടുള്ള 433 ലിറ്ററിൻ്റെ വലിയ ബൂട്ടുകളാണ് സെൽറ്റോസിന് വരുന്നത്. വളരെ സ്ക്വയറിഷ് ആണ്. ലോഡിംഗ് ഗ്രിപ്പ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പാഴ്സൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ബേസ് വേരിയൻറ്റിൽ. നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റ് വരുന്നത്. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ സെയിം സൈസ് ആയിട്ടുള്ള 205/65R16 ആണ് സ്പെയർ വീലിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് ബൂട്ട് വലുതായതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ട്രേ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ കിയ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ
നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ബേസ് വേരിയന്റിൽ തന്നെ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബ്ലാക്ക് കളറിലാണ് ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാൻഡിലിൻ്റെ ഭാഗം മാത്രം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണാം. ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സ്പീക്കർ ഗ്രില്ല് ഇവിടെ കൊടുത്തിരിക്കുന്നു. ടൂട്ടർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, ടൂട്ടർ വരുന്നില്ല. മിറേഴ്സ് നമുക്കിപ്പോഴും നമ്മളുടെ മാനുവലി കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല. നമ്മളുടെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫാബ്രിക് സീറ്റുകളാണ് വരുന്നത്. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു. മാനുവൽ വേരിയൻ്റ് ആണ്. ഇൻഡിക്കേറ്ററുടെ ഡെഡ് പെഡൽ കാണാം. നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെൻസിന് ചുറ്റുമെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാവുന്നതാണ്. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ഇതിപ്പോൾ ഒരു ബേസ് വേരിയൻ്റ് ആണെങ്കിലും കിയയുടെ ഒരുവിധം എല്ലാ പ്രീമിയം വാഹനങ്ങളിലും കാണുന്ന ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫുള്ളി ഫംഗ്ഷനോട് കൂടിയ 2 ഫ്ലിപ്പ് കീസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സെൽറ്റോസ് HTE ബേസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ബേസ് വേരിയന്റ് ആണെന്ന് ആരും പറയില്ല. കാര്യം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ബേസ് വേരിയന്റിൽ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ആകെ ഈ ഒരു സംഭവം മാത്രമാണ്. ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് കൊടുത്ത സ്ഥിതിക്ക് നമ്മളുടെ മിറേഴ്സിൻ്റെ ഒരു കൺട്രോളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷനുള്ള റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. ഫ്ലാറ്റ് ബോട്ടം ഒന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ താഴത്തെ പോർഷൻസ് എല്ലാം സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും, വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസുമാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഇല്ല. ടിൽറ്റ് മാത്രമേ ഉള്ളൂ, ടെലസ്കോപ്പിക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും, വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ബേസ് വേരിയന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് വരുന്നത്. സ്പീഡോമീറ്ററും RPM മീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ് A, ട്രിപ്പ് B, പിന്നെ ഡ്രൈവർ സെറ്റിംഗ്സ്, TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉൾപ്പെടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അനിമേഷൻസ് കാര്യങ്ങളെല്ലാം ഒരു എന്താ പറയുക, ഒരു ബ്ലൂയിഷ് കളറിൽ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആക്സലേഷൻ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു കളേഴ്സിലും നമുക്ക് ചേഞ്ചസ് വരുന്നത് കാണാം. അത്യാവശ്യം നല്ല അനിമേഷൻസ് കാര്യങ്ങളൊക്കെയാണ് എന്താണെങ്കിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 8 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല മ്യൂസിക് ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഒരു റിവേഴ്സ് ക്യാമറയും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമറ എന്ന് പറയാം. അതിനകത്ത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയാണ് റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഒരു ബേസ് വേരിയന്റിൽ കൊടുത്തിരിക്കുന്ന സിസ്റ്റം ആണെങ്കിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഓൾ മെനുവിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. മീഡിയ കൺട്രോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ക്യാമറ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ, ഇപ്പോൾ വാഹനം പാർക്കിലാണ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. നമുക്ക് റിവേഴ്സ് ക്യാമറ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ, അതിനകത്ത് നമുക്ക് വേറെ സൂം ഇൻ ആൻഡ് ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ നമുക്ക് കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു ബേസ് വേരിയന്റിൽ കൊടുത്താണെങ്കിലും നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. AC വെൻസിനകത്ത് നമ്മൾ സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡാഷ്ബോർഡ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു സെൻറ്റർ കൺസോൾ ആണെങ്കിലും ഫുള്ളി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അതിനകത്തുള്ള സ്റ്റിക്കറാണ്. ഇപ്പോൾ ടോപ്പ് എൻഡിൻ്റെ എക്സ്റ്റീരിയർ എന്ന് നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിൽ തന്നെയാണ് വരുന്നത്. ടോപ്പ് എൻഡിൽ ഇവിടെ 12 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീൻ, ഇവിടെയും 12 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ്, 10 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനാണ് വരുന്നത്. പക്ഷേ ഇത് ലുക്ക് നോക്കുമ്പോൾ ആ സിമിലർ ലുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ AC കൺട്രോൾസ് ആണ് ബേസ് വേരിയന്റിൽ വരുന്നത്. അതിന് താഴെ ഇവിടെ നമുക്ക് 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരുന്നു. Type-C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ടും കൂടി നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3 ചാർജിംഗ് പോർട്ട് ഫ്രണ്ടിൽ തന്നെ വരുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗിയർ ലിവർ കാണാം. പക്ഷേ ഗിയർ ലിവറിന്റെ ടോപ്പ് വശം ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പക്ഷേ ചുറ്റുപുറവും നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാവുന്നതാണ്. 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെന്റർ ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട് ബേസ് വേരിയന്റ് തൊട്ട്. അതിനകത്ത് ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. കൂൾഡ് ഫീച്ചർ ഒന്നും വരുന്നില്ല. അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന വലിയ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന അതിൻ്റെ ഒരു ബാഡ്ജിങ് ആണ്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററോട് കൂടിയാണ് വരുന്നത്. സെന്റർ IRVMs, മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs കൊടുത്തിരിക്കുന്നു. സൺ ഗ്ലാസ് ഹോൾഡർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സോഫ്റ്റ്
ഓപ്പണിങ്ങോട് കൂടിയൊക്കെ തന്നെയാണ് വരുന്നത്. നമുക്കിവിടെ അകത്തെ റീഡിംഗ് ലൈറ്റുകൾ രണ്ടും ഹാലജനായിട്ട് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ്, ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ വേരിയന്റിൽ തന്നെ വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ശരിക്കും മിസ്സിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു കൺട്രോളുകളാണ്. അത് രണ്ട് വശത്ത് ആ കോല് പോലെ നീണ്ടു നിൽക്കുന്നത് ഇത്രയും പ്രീമിയം വണ്ടിയുള്ള ഒരു പ്രത്യേകമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്നും അതിന്റെ കൺട്രോൾസ് ആക്സസറൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ഫുള്ളി ബ്ലാക്ക് കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ആ ഹാൻഡിൽസിന്റെ ഭാഗം മാത്രം നമുക്ക് സിൽവർ ഫിനിഷ് കാണാം. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. നമുക്ക് ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്, സോഫ്റ്റ് ടച്ച് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഫ്രണ്ട് ഡോർ പാഡിലും സോഫ്റ്റ് ടച്ച് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. നമുക്ക് സൺ ബ്ലൈൻസ് ബേസ് വേരിയന്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ വെതർ ആൻഡ് ടെമ്പറേച്ചറിന് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണത്. നമുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെയായിട്ട് 2 Type-C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. ബാക്കിൽ നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൻട്രൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. സീറ്റ് 60-40 സ്പ്ലിറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. 3 പോയിന്റ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ വരുന്നു. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം കാണാം. നീ റൂം ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള നീ റൂം കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഇതൊരിക്കലും ഒരു ബേസ് വേരിയൻ്റ് ആണ്, ഒരു കാരണവശാലും നമുക്ക് ഫീൽ ചെയ്യില്ല. കിയ സെൽറ്റോസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, 4 വീലിലേക്ക് ഡിസ്ക് ബ്രേക്ക്, TPMS, അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ ബേസ് കാറുകളിൽ വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും സെൽറ്റോസിലും വരുന്നുണ്ട്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഡാസ് ലെവൽ 2 പോലുള്ള ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ കിയയുടെ ഹ്യുണ്ടായുടെ വാഹനങ്ങളിലൊക്കെ കണ്ടുവന്നിരുന്ന ടൈഡ് ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പെക്ടഡ് പെട്രോൾ എഞ്ചിനും 1.5 ലിറ്റർ ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിനുമാണ് വരുന്നത്. പെട്രോൾ എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ 113 HP പവർ വരുന്ന 144 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അത് വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ IVT ഗിയർ ബോക്സോട് കൂടിയാണ് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 17.1 പെട്രോളിന്. റിയൽ ലൈഫിൽ ഒരു 12-13 ഇടയ്ക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹ്യുണ്ടായുടെയും കിയയുടെയും ഒരുവിധം എല്ലാ ഡീസൽ കാറുകളിലും കണ്ടുവന്നിരുന്ന സെയിം എഞ്ചിനാണ്. 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ. 113 HP തന്നെയാണ് പവർ തരുന്നത്. 250 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന എഞ്ചിനാണ്. കാല് കൊടുക്കുന്നതിനനുസരിച്ച് പവർ ഫീൽ ചെയ്യുന്ന ഒരു എഞ്ചിൻ. അതും 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 21 km/ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഓടിക്കുന്നവർക്ക് 17-18 മൈലേജ് ലഭിക്കുന്നുണ്ട്. സെൽറ്റോസ് HTE ഓപ്ഷണൽ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പഴയ HTE വേരിയന്റുമായിട്ട് ഇതിന് 23,000 രൂപയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. പക്ഷെ ആ 23,000 രൂപയ്ക്ക് വർത്ത് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താണെങ്കിലും കിയ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വേരിയന്റിന് പെട്രോളിലും ഡീസലിലും മാനുവലും മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് വരുന്നില്ല. മാനുവൽ വേരിയന്റിന് പെട്രോൾ മാനുവലിന് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 11,13,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,45,000 രൂപ. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ 12,71 എക്സ്ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,35,000 രൂപ. കിയ സെൽറ്റോസിന്റെ നിങ്ങളൊരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ പെട്രോളിൽ HTK ഓപ്ഷണൽ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് എടുക്കേണ്ടി വരും. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 19,30,000 രൂപയാണ്. HTK ഓപ്ഷണൽ വേരിയന്റ് തന്നെയാണ് നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക്കും വരുന്നത്. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 21 ലക്ഷം രൂപയാണ്. ഇപ്പൊ കിയ സെൽറ്റോസിന് ഈ ഏപ്രിൽ മാസത്തിൽ ഏകദേശം 1 ലക്ഷം രൂപ വരെ ഓഫർ അവൈലബിൾ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ഇൻഷുറൻസിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്, കോർപ്പറേറ്റ് ഓഫർ വരുന്നുണ്ട്, എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്, പിന്നെ ഇയർ ബാക്ക് ഓഫറും വരുന്നുണ്ട്. ഇപ്പൊ ടോട്ടൽ ഓഫറുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപ വരെ ഓഫർ നിങ്ങൾക്ക് ലഭിക്കുക. 2024 മാനുഫാക്ചർ ചെയ്ത ടോപ്പ് എൻഡ് ഡീസൽ വേരിയന്റുകൾ അവൈലബിൾ ആണ്. അതായത് ഇയർ ബാക്ക് വാഹനങ്ങൾ ടോപ്പ് എൻഡ് GT X പ്ലസ് ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. 24,94,000 രൂപ, അതായത് ഏകദേശം 25 ലക്ഷം രൂപയുടെ അടുത്താണ് ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത്. ഇപ്പൊ ഏകദേശം 2 ലക്ഷം രൂപ ഓഫറിൽ നിങ്ങൾക്ക് 23 ലക്ഷം രൂപ, അതായത് 22,94,000 രൂപ പ്രൈസിന് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. സെൽറ്റോസിനും കിയയുടെ മറ്റു വാഹനങ്ങൾക്കും ഒക്കെ നമുക്ക് 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 8 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് ഏകദേശം 1,450-1,500 റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. അതെല്ലാം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എന്നാൽ ഏകദേശം 2-2.5 ലക്ഷം രൂപയ്ക്കുണ്ടെങ്കിൽ സെൽറ്റോസിന്റെ ഏത് വേരിയന്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. കിയ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ DKH കിയ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓൾ കേരള നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനും ഡെലിവറി കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സമയം കിട്ടുന്നതനുസരിച്ച് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.